റിയൽമിയുടെ നമ്പർ സീരീസിലെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള റിയൽമി 14 Pro Plus ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഒരു സീരീസ് ആണ് റിയൽമിയുടെ നമ്പർ സീരീസ് എന്നത് സത്യം തന്നെയാണ്. ഇതുപോലെ ബോക്സിനകത്താണ് റിയൽമിയുടെ പുതിയ 14 Pro Plus എന്ന് പറഞ്ഞ ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത്. ബോക്സിന്റെ പുറത്ത് തന്നെ എ എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ എ ഇല്ലാത്ത ഫോണുകളില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഒരു പേപ്പർ ബോക്സ്, ഇവിടെ മേക്ക് ഇറ്റ് റിയൽ എന്ന് എഴുതിയിട്ടുണ്ട്. സിം ഇജക്ടർ പിൻ, യൂസർ മാനുവൽ, ബാക്ക് കേസ്, ഫോൺ ഇതേ ഇരിക്കുന്നു. അതിലേക്ക് വരാം. A-C ചാർജിങ് കേബിൾ. ഞാനൊരു 80 വാട്ടാണ് ചാർജർ പ്രതീക്ഷിക്കുന്നത്. യെസ്, പ്രതീക്ഷ പോലെ തന്നെ 80 വാട്ടാണ്. കാര്യം ഈ പ്രൈസ് പോയിന്റിലൊക്കെ 80 വാട്ടാണ് സാധാരണ വരുന്നത്. അപ്പോൾ ഇതേ ഇരിക്കുന്നു ഫോൺ. ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആയിട്ടാണ് ഫോൺ വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഈ ക്വാഡ് കർവ് ഡിസ്പ്ലേ. ഫോണിൻ്റെ ബാക്ക് സൈഡ് നല്ല രസമുണ്ട് കാണാൻ. രസമുണ്ടെന്ന് പറയാൻ കാര്യം ഈ ഒരു ഫ്ലാഷ് ലൈറ്റിന്റെ ആ ഒരു പൊസിഷനിങ് കണ്ടില്ലേ, ഇങ്ങനെ ഓരോ ക്യാമറ മൊഡ്യൂളിനും ഇടയ്ക്ക് ആ ഒരു ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. മുൻകാല റിയൽമി നമ്പർ സീരീസ് ഫോണിൽ നിന്നും ചെറിയൊരു വ്യത്യാസം. അതുകൊണ്ട് തന്നെ ആ ക്യാമറ മൊഡ്യൂളിനുള്ളിൽ നോക്കുമ്പോൾ, ഈ ഒരു ഏരിയയിലേക്ക് നോക്കുമ്പോൾ ഉണ്ട്. അതുപോലെ ഇതൊക്കെ നല്ല എന്താ പറയുക, സോഫ്റ്റ് മെറ്റീരിയലാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ പൊടിയൊക്കെ അതുകൊണ്ട് തന്നെ പറ്റാനുള്ള സാധ്യതയുണ്ട്. പൗഡർ പൊടി കൊള്ളാം, നല്ലൊരു മെറ്റീരിയൽ. കയ്യിൽ പിടിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ കൈയൊക്കെ വരച്ച് കഴിഞ്ഞാൽ അവിടെ അടയാളങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ആ സോഫ്റ്റ്നെസ് കൊണ്ട് തന്നെ. കണ്ടില്ലേ, എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് കുറച്ചൊരു വേറിട്ടൊരു ലുക്കാണ്. 3 വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അതിനകത്ത് ഒരു പർട്ടിക്കുലർ വേരിയന്റ്, കളർ വേരിയന്റ് എന്ന് പറയുന്നത് ഐസ് ബാക്കിൽ വെക്കുമ്പോൾ കളർ മാറുന്ന തരത്തിൽ, ഒരു ബ്ലൂ കളറിലേക്ക് മാറുന്ന തരത്തിലുള്ള ഒരു ഫോണാണ്. നമ്മുടെ നാട്ടിൽ നിന്നും ആ ഒരു വേരിയന്റിന് വലിയൊരു സാധ്യതയില്ലെന്ന് തോന്നുന്നു. കാരണം കൂടെങ്കിലും ഐസൊക്കെ വീഴുന്ന ചില സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അതുകൊണ്ട് പ്രയോജനമുണ്ട്. ഇത് മറ്റൊരു കളർ വേരിയന്റ് ആണ്. എന്തായാലും ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇതൊരു വീഗൻ ലെതർ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. വീഗൻ ലെതർ ഫിനിഷ് എന്ന് പറയുമ്പോൾ തന്നെയും ഒരു സ്യൂട്ട് ലെതർ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഇതിനകത്ത് കയ്യിൽ ഇച്ചിരി പൗഡറോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടിയോ അടയാളോ പെയിന്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് പറ്റി കഴിഞ്ഞാൽ പോകാൻ വലിയ പാടാ. ഒരു ഫാബ്രിക് പോലൊക്കെ നമുക്ക് തോന്നും, കണ്ടില്ലേ. പക്ഷെ നല്ല ഫിനിഷാണ്, നല്ലൊരു സോഫ്റ്റ് ഫീല് നമുക്ക് ഈ ഒരു ഫോൺ നൽകുന്നുണ്ടെന്ന് പറയാതെ. ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ക്യാമറ മൊഡ്യൂളിനകത്ത് ഇത്തരത്തിലൊരു ട്രിപ്പിൾ ഫ്ലാഷ് ലൈറ്റ് വരുന്നത്. അതും ഈ ഒരു ക്യാമറ മൊഡ്യൂളിന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ലുക്ക് നൽകുന്നുണ്ട്. ഇപ്പോൾ ഉള്ള സ്മാർട്ട് ഫോണുകളിലെല്ലാം ഉള്ള മറ്റൊരു ട്രെൻഡ് ഉണ്ട്. അതായത് ഈ ക്യാമറ മൊഡ്യൂളിനുള്ള പ്രൊജക്ഷൻ കുറവാണ്. ഈ ഒരു ഫോണിനകത്തും അത് അങ്ങനെയാണ്. ഇവിടെ റിയൽമി എന്ന് എഴുതിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഫ്രെയിമാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആ ഫ്രെയിം എന്ന് പറയുന്നത് കർവ്ഡ് ഫ്രെയിമാണ്. കുറച്ചുകൂടെ ഫ്ലാറ്റ് ആയിരുന്നെങ്കിൽ കയ്യിൽ പിടിക്കാനൊരു സുഖമുണ്ടെന്ന് തോന്നി. അതുപോലെ സ്റ്റീരിയോ സ്പീക്കറുകളാണ് 2 സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത്. Type-C ചാർജിംഗ് പോർട്ട്. സിം ട്രേ വന്നിട്ട് ഡ്യുവൽ നാനോ സിം ആണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മെമ്മറി കാർഡ് എക്സ്പാൻഷൻ സാധ്യമല്ല. അതുപോലെ ഇതിന്റെ ബട്ടണുകൾ നോക്കിക്കഴിഞ്ഞാൽ അത്ര ഒരു സ്റ്റേഡി ഫീൽ അല്ല, കുറച്ചൊരു ഇളകിയിരിക്കുന്ന ഫീലാണ്. പവർ ബട്ടണും അതുപോലെ വോളിയം റോക്കേഴ്സും ആ ഒരു രീതിയിലാണ്. ഫോണിന്റെ ബാക്ക് ഒക്കെ നല്ല ഒരു ഫീല് നൽകുന്ന തരത്തിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഫോണിന്റെ തിക്നെസ് വന്നിട്ട് വെറും 8.29 mm മാത്രമാണ്. അതുപോലെ ഇതിന്റെ ഒരു വെയിറ്റും ഓവർ വെയിറ്റ് ഒന്നുമില്ല, 196 gram ആണ് ഭാരം. അടുത്തിട്ട് ഇതിന്റെ ഒരു ഡിസ്പ്ലേയിലേക്ക് വന്നാൽ, ഡിസ്പ്ലേ ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആണ്. സാധാരണ ഇപ്പോൾ 2025 ഇറങ്ങിയ പല ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെയും ഹൈലൈറ്റ് ആയിട്ടുള്ള ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത്. അത് ഈ പ്രൈസ് പോയിന്റിൽ കൊടുത്തിരിക്കുന്നത് എന്നതൊരു ഹൈലൈറ്റ് ആണ്. ഇത് എനിക്ക് തോന്നുന്നു under 30,000 വില വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അതിനകത്ത് ഈ പറഞ്ഞ 4 വശങ്ങളും കർവായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് വലിയ കാര്യം. ഇപ്പോൾ ഡിസ്പ്ലേ വിഭാഗം കൊള്ളാം. അതുകൊണ്ട് തന്നെ മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് കിട്ടും. നമുക്കൊരു യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമ്പോൾ ഫുൾ സ്ക്രീൻ ഇട്ട് കണ്ടു കഴിഞ്ഞാൽ നല്ല ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ സെന്റർ പഞ്ച് ഹോൾ ആയിട്ടാണ് സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത്. ബെസലുകൾ എന്ന് പറയുന്നത് വളരെ തിന്നാണ് ഇത്തരത്തിൽ ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ. വ്യൂയിങ് ആംഗിൾ ഒക്കെ പക്കയാണെന്ന് പറയേണ്ടി വരും. അതുപോലെ ഇതിന്റെ ഒരു ബ്രൈറ്റ്നസ്, മാക്സിമം ബ്രൈറ്റ്നസ് ഒക്കെ നോക്കി ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും യാതൊരു ഇഷ്യൂം വരുത്താത്ത തരത്തിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് റിയൽമി എന്തായാലും ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. 6.83 ഇഞ്ചിന്റെ അമോ LED, അതും 1.5K റെസൊല്യൂഷൻ ഉള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിട്ടുണ്ട്. ഫോണിനകത്ത് ഇത്തരത്തിൽ ഓൾ ഡേ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതായത് എപ്പോഴും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കാണും. ചില ഫോണുകളിലെങ്കിലും നമ്മൾ ടേബിളിന്റെ മുകളിൽ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓഫ് ആയി പോകുന്ന ഒരു രീതിയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, കണ്ടിന്യൂസ് നമുക്ക് അത് സെറ്റിംഗ്സിൽ നമുക്ക് സെറ്റ് ചെയ്യാം. എടുത്തു പറയേണ്ട കാര്യം, സ്ക്രീൻ ഇത്തരത്തിൽ ലോക്ക് സ്ക്രീൻ മോഡിലാണെങ്കിലും ഫിംഗർ പ്രിന്റ് വർക്ക് ചെയ്യും. ചില ഫോണിലെങ്കിലും നമ്മൾ സ്ക്രീൻ ഇത്തരത്തിൽ ലോക്ക് മോഡിലാണെങ്കിൽ സ്ക്രീൻ ഒന്ന് വേക്കപ്പ് ചെയ്തിട്ട് മാത്രമേ ഫിംഗർ പ്രിന്റ് ചില ഫോണുകളിലും വർക്ക് ചെയ്യും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഈ പറഞ്ഞ ലോക്ക് മോഡിൽ തന്നെ ഫിംഗർ പ്രിന്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഫിംഗർ പ്രിന്റും വളരെ ഫാസ്റ്റ് ആണ്. പക്ഷേ അതിന്റെ പൊസിഷനിങ് കണ്ടില്ലേ, ഒരുപാട് താഴെയാണ്. കുറച്ചുകൂടെ മുകളിലായിട്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ പെർഫോമൻസിനെ പറ്റി പറഞ്ഞാൽ, ഇതിനകത്തുള്ള പോർട്രേറ്റ് ലെൻസ് ആണ് ഇതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയേണ്ടി വരും. കാരണം ഇതിനകത്ത് പോർട്രേറ്റ് മോഡിൽ എടുക്കുന്ന ഫോട്ടോകൾ അതിമനോഹരമാണ്. ഈ കാണുന്ന ഫോട്ടോകളൊക്കെ ഇത്തരത്തിൽ പോർട്രേറ്റ് മോഡിൽ എടുത്താണ്. പോർട്രേറ്റ് മോഡിൽ എടുക്കുമ്പോൾ ആ ഒരു എഡ്ജ് ഡിറ്റക്ഷൻ ഒക്കെ വളരെ പക്കയാണെന്ന് പറയേണ്ടി വരും. കറക്റ്റ് എക്സാക്ട് ഓരോ മുടികളും കൃത്യമായിട്ട് ആ ഒരു എഡ്ജ് കൃത്യമായിട്ട് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, പോർട്രേറ്റ് മോഡിൽ എടുക്കുമ്പോൾ ഒബ്ജക്റ്റ്
ക്യാമറയ്ക്ക് അടുത്ത് നിൽക്കുമ്പോഴാണ് ബാക്ക്ഗ്രൗണ്ട് ഇത്രയും നല്ല ബോക്കെ എഫക്റ്റ് കിട്ടുന്നത്. എന്നാൽ കുറച്ച് ദൂരെ നിൽക്കുന്ന ഒബ്ജക്റ്റ് ആണ് പോർട്രേറ്റ് മോഡിൽ എടുക്കുന്നതെങ്കിൽ അത്രയും ഒരു ബാക്ക്ഗ്രൗണ്ട് ബോക്കെ കിട്ടുന്നുമില്ല. എന്തായാലും പോർട്രേറ്റ് ഫോട്ടോകൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് എക്സ്ട്രാ ഓർഡിനറി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. എന്നാൽ നോർമൽ സെൻസറിൽ എടുക്കുന്ന ഫോട്ടോകൾ ഓക്കെ എന്നാണ് ഇതിനകത്ത് പറയാൻ സാധിക്കുന്നത്. കുഴപ്പമില്ല, കുറ്റം പറയില്ല. ഈ ഒരു ഫോണിന്റെ പ്രൈസ് റേഞ്ചിൽ ഓക്കെ എന്ന് പറയാനേ സാധിക്കുന്നുള്ളൂ ഇതിന്റെ ഒരു നോർമൽ സെൻസറിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോകൾ. പൊതുവിൽ നോർമൽ സെൻസറിൽ നിന്നൊക്കെ എടുക്കുന്ന ഫോട്ടോകൾക്ക് ഒരു അല്പം സാച്ചുറേഷൻ ഒരു പൊടിക്ക് കൂടുതലായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതുപോലെ ലോ ലൈറ്റിൽ എടുക്കുന്ന ഫോട്ടോകൾ കൊള്ളാം. പക്ഷേ ലോ ലൈറ്റിൽ നമ്മൾ ഫോട്ടോ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. മൂവിങ് ഒബ്ജക്റ്റുകളുടേതാണ് നമ്മൾ ലോ ലൈറ്റിൽ എടുക്കുന്നതെങ്കിൽ ചെറിയ ഒരു ബ്ലെയർ ചിലടുത്ത് വരാറുണ്ട്. കാരണം ഈ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഇതുപോലെ കണ്ടില്ല, ഇവിടെ 1-2 ഒബ്ജക്റ്റുകൾ ഈ 2 മനുഷ്യർ നടന്നു പോകുന്ന ആ ഒരു മൂവ്മെന്റ് വന്നപ്പോൾ അത് ചെറുതായിട്ട് ബ്ലെയർ ആയി പോയി. അപ്പോൾ ലോ ലൈറ്റിൽ ഫോട്ടോ എടുക്കുമ്പോൾ അത്തരം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഞെട്ടിച്ച മറ്റൊരു കാര്യമുണ്ട്. ഓടുന്ന ഓട്ടോറിക്ഷയ്ക്കകത്ത് ഇരുന്നുകൊണ്ട് എടുത്ത 2 ഫോട്ടോകളാണ് ഇത് ഈ കാണുന്നത്. അതായത് ഓട്ടോറിക്ഷ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് പെട്ടെന്ന് മൂവ് ചെയ്ത 2 കാഴ്ചകളാണ്, പെട്ടെന്ന് എടുത്ത 2 ഫോട്ടോകളാണ്. പക്ഷേ അത് ഈ പറഞ്ഞ സ്റ്റാൻഡ് സ്റ്റില്ലിൽ ആയി നിന്നുകൊണ്ട് എടുത്ത ഫോട്ടോ പോലെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് ഡേ ടൈമിൽ എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്രയും സ്പീഡിൽ പോയിക്കൊണ്ടിരുന്ന ഓട്ടോയിൽ നിന്ന് ഇതുപോലെ സ്റ്റാൻഡ് സ്റ്റിൽ ആയിട്ടുള്ള 2 ഫോട്ടോകൾ ലഭിച്ചു എന്നത്. ഇനി വീഡിയോ വിഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചില ഫോണുകളിലെങ്കിലും ഫോട്ടോസ് നല്ലതാവുമ്പോൾ വീഡിയോയുടെ ക്വാളിറ്റി കുറഞ്ഞ് കാണാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ആ ഒരു ഫോട്ടോയുടെ അതേ രീതിയിലുള്ള ഒരു വീഡിയോ ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും നമുക്ക് ലഭിക്കുന്നത്. വീഡിയോ ഓക്കെ, കുഴപ്പമില്ലാത്ത, കുറ്റം വലുതായിട്ട് പറയാൻ സാധിക്കാത്ത തരത്തിലുള്ള വീഡിയോ ക്വാളിറ്റിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. അതുപോലെ സെൽഫി ഫോട്ടോകളെ പറ്റി പറഞ്ഞാൽ സെൽഫി ഫോട്ടോകൾ ഒരു അല്പം സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ സെൽഫി ഫോട്ടോയും വലിയ കുറ്റം പറയാനൊന്നുമില്ല. അതുപോലെ സെൽഫി വീഡിയോകളും തരക്കേടില്ലാത്ത ഒരു വീഡിയോ ക്വാളിറ്റിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. ബാക്കിൽ 3 ക്യാമറകളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. 50 മെഗാ പിക്സലിലെ പ്രൈമറി ക്യാമറ, 8 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 50 മെഗാ പിക്സലിന്റെ ഒരു പെരിസ്കോപ്പിക് സെൻസറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 50 മെഗാ പിക്സലിന്റെ പെരിസ്കോപ്പിക് സെൻസർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല പോർട്രേറ്റ് ഫോട്ടോകളൊക്കെ നല്ല രീതിയിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് എടുക്കാൻ സാധിക്കും. അതുപോലെ ക്യാമറയിൽ ഇത്തരത്തിൽ ചെറിയ ഒരു ഷട്ടർ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ വേഗത്തിൽ നമ്മൾ ഇതുപോലെ ഷട്ടർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ എല്ലാ ക്ലിക്കും ഫോട്ടോ ആയിട്ട് മാറുന്നില്ല. 1-2 എണ്ണം മിസ്സാവുന്ന രീതിയിൽ ഒരു ചെറിയ ഷട്ടർ ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്ക് ക്യാമറയിൽ നമുക്ക് 4K റെസൊല്യൂഷൻ 30 FPS പ്രൈമറി സെൻസറിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ വൈഡ് ആംഗിളിൽ 4K റെസൊല്യൂഷൻ സപ്പോർട്ട് നൽകിയിട്ടില്ല. ഫുൾ HD 30 FPS സപ്പോർട്ട് മാത്രമേ വൈഡ് ആംഗിൾ നൽകിയിട്ടുള്ളൂ. എന്നിരുന്നാലും നമുക്ക് സെൽഫി ക്യാമറയിൽ 4K റെസൊല്യൂഷൻ 30 FPS നൽകിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ബാക്കിലും ഫ്രണ്ടിലും 4K റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും വൈഡ് ആംഗിൾ 4K റെസൊല്യൂഷൻ നൽകിയിട്ടില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് OIS സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. ലോ ലൈറ്റിലൊക്കെ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് നമ്മെ സഹായിക്കും. നല്ല രാത്രിയിലൊക്കെ ഈ ലൈറ്റ് മാത്രം ഓൺ ചെയ്ത് ഇരുട്ടത്ത് നിന്ന് കഴിഞ്ഞാൽ കാണുന്ന ആളൊന്ന് പേടിക്കാനും ഒരു സാധ്യതയുണ്ട്. നോക്കി ആ ഒരു ലൈറ്റിന്റെ രീതി ഉണ്ടല്ലോ, ആ ഒരു രീതിയിലാണ് റിയൽമി ഇതിനകത്ത് ഒരു ഡിസൈനിൽ നൽകിയിരിക്കുന്നത്. അടുത്തായിട്ട് ഇതിന്റെ ഒരു പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ലാഗോ ഇഷ്യൂസോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഡേ ടു ഡേ ആക്ടിവിറ്റീസിനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കാത്ത തരത്തിലുള്ള നല്ലൊരു പ്രോസർ, സ്നാപ്ഡ്രാഗൺ 7S Gen 3 എന്ന് പറയുന്ന പ്രോസറാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ ആന്റിറ്റ്യൂഡ് സ്കോർ എന്ന് പറയുന്നത് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്തു. 8,29,882 എന്ന് പറയുന്ന ഒരു ആന്റിറ്റ്യൂഡ് സ്കോർ ആണ് ലഭിച്ചത്. അതുപോലെ ഇതിന്റെ ഒരു CP ത്രോട്ട്ലിംഗ് നോക്കി അങ്ങനെയുള്ള ത്രോട്ട്ലിംഗ് ഇഷ്യൂസ് ഒന്നുമില്ല. ഇന്ന് ഫ്ലാഗ്ഷിപ്പ് ഫോണുകളൊക്കെ 30 ലക്ഷത്തിന് അടുത്തുള്ള ആന്റിറ്റ്യൂഡ് സ്കോർ ഒക്കെ തരുന്ന ഫോണുകളുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രൈസ് പോയിന്റിൽ അണ്ടർ 30,000 ആണ് ഇതിന്റെ വില എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ആ പ്രൈസ് പോയിന്റിൽ ഓക്കെ എന്ന് വേണം ഇതിന്റെ ഒരു പെർഫോമൻസിനെ നമുക്ക് വിലയിരുത്താൻ. ഈ ഒരു ഡിവൈസിൽ ഗ്രാഫിക്സ് സ്മൂത്തിലിട്ടാൽ എക്സ്ട്രീം ഇതിൽ കളിക്കാൻ പറ്റും. ഈ ഒരു ഡിവൈസിൽ ഒരു മീഡിയം ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് നൽകുന്നത്. അധികം ലാഗോ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ഒരു മീഡിയം ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് റിയൽമി 14 Pro Plusൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ ഒരു ഓക്കേഷ് ആയിട്ടുള്ള ഒരു മീഡിയം ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ ഡിവൈസ് നൽകുന്നത്. മാക്സിമം നമുക്ക് 12GB റാമും 512GB ഇന്റർണൽ സ്റ്റോറേജും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കും. ബാറ്ററി ഇപ്പോൾ ഉള്ള എല്ലാ പുതിയ ഫോണുകളെയും പോലെ തന്നെ ഇതിനകത്തും 6000 mAh കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. 80 വാട്ടിന്റെ ചാർജർ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും വലിയ കാര്യം. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് വയർലെസ് ചാർജിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ പ്രൈസ് പോയിന്റുള്ള ഫോണുകളിൽ സാധാരണ അത്തരത്തിൽ വയർലെസ് ചാർജിങ് വരാറില്ല. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിന്റെ പോസിറ്റീവായിട്ടുള്ള മേഖലകളായിരുന്നെങ്കിൽ ഇനി പറയാൻ പോകുന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ്, അതായത് ഇതിന്റെ സോഫ്റ്റ്വെയർ സൈഡ്. നിരവധി ബ്ലോട്ട് വൈസുകൾ ഈ പ്രൈസ് പോയിന്റിലും റിയൽമി 14 Pro Plus എന്ന് പറയുന്ന ഫോണിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് അനാവശ്യ ആപ്ലിക്കേഷൻ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. മാത്രമല്ല ഇതിനകത്ത് ഹോട്ട് ആപ്സ്, അതുപോലെ ഹോട്ട് ഗെയിംസ് തുടങ്ങിയ ആപ്പ് റെക്കമെൻഡേഷനും ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും നമ്മൾ ഈ ഫോൺ ചിലപ്പോൾ കുറച്ച് ദിവസമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് നോട്ടിഫിക്കേഷൻ ശല്യപ്പെടുത്തലുകളും ബുദ്ധിമുട്ടുകളും അതുപോലെ ബാറ്ററി ഡ്രെയിനിങ്ങിനും ഒക്കെ ഉള്ള സാധ്യത ഇത്രയും അനാവശ്യ ആപ്ലിക്കേഷൻസ് ഇതിലുള്ളത് കൊണ്ട് തന്നെയും വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുന്നില്ല. പക്ഷേ നമുക്ക് അത്തരം ആപ്ലിക്കേഷൻസ് വേണമെങ്കിൽ ഇതുപോലെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോൺ വാങ്ങുന്നവർ ആദ്യം തന്നെ ഒരു ശുദ്ധി കലശം ഇത്തരത്തിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ്രോയിഡിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 15 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ റിയൽമി യുഐയുടെയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിയൽമി UI 6 ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. എനിക്ക് തോന്നുന്നത് റിയൽമി ആൻഡ്രോയിഡ് 15 വരുന്ന ആദ്യ ഫോണാണ് റിയൽമി 14 സീരീസ് എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഗൂഗിളിന്റെ AI സംവിധാനമായിട്ടുള്ള ജെമിനി, അതുപോലെ നിരവധി AI ഫീച്ചറുകളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും നൽകിയിട്ടുണ്ട്. അടുത്തായിട്ട് ഇതിന്റെ ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഫോൺ സ്റ്റീരിയോ സ്പീക്കറാണ്.
ഒരുവിധം ഡീസെന്റ് ആയിട്ടുള്ള ഒരു സൗണ്ടാണ്. ഒരു ഭയങ്കര ക്വാളിറ്റി എന്ന് പറയാനൊന്നുമില്ല, ആ സൗണ്ട് ഓക്കെ ആയിട്ടുള്ള ഒരു മീഡിയം ക്വാളിറ്റിയാണ് ഇതിന്റെ ഒരു സ്പീക്കറുകൾ നൽകുന്നത്. നല്ല വോളിയം ഉണ്ട്. അതുപോലെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ്, വീഡിയോ വ്യൂയിങ് ഒക്കെ അതിമനോഹരമാണ്. കാരണം ഈ പറഞ്ഞ ഒരു ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെയും നമുക്ക് ഒരു സിനിമയൊക്കെ കാണണമെങ്കിൽ അതിമനോഹരമായിരിക്കും ഈ ഒരു ഫോണിനകത്ത്. അതുപോലെ നമ്മൾ ഫുൾ വോളിയം വെച്ച് പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് ചില ഫോണുകളിലെങ്കിലും ബാക്കിൽ ഒരു വൈബ്രേഷൻ ഒക്കെ ഫീൽ ചെയ്യാറുണ്ട്. ഈ ഒരു ഫോണിനകത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങളുമില്ല. ഈ ഒരു ഫോണിനകത്ത് NFC സപ്പോർട്ട് നൽകിയിട്ടില്ല. ഈ പ്രൈസ് പോയിന്റിൽ NFC സപ്പോർട്ട് കൊടുക്കണമെന്നായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ ഈ സിം സപ്പോർട്ട് സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ അങ്ങനെ വരാറില്ലെങ്കിൽ ഞാൻ പറഞ്ഞെന്ന് മാത്രം ഈ സിം സപ്പോർട്ട് ഇല്ല. എന്നാൽ IP68, 69 സർട്ടിഫിക്കേഷനുകൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ IP68 ആയതുകൊണ്ട് തന്നെയും ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് നല്ല രീതിയിൽ കിട്ടും. വെള്ളത്തിൽ 30 മിനിറ്റ് വരെ ഇട്ട് വെച്ചിരുന്നാൽ യാതൊരു പ്രശ്നം വരില്ല. IP69 റേറ്റിംഗ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെയും ചൂട് വെള്ളം ഹൈ പ്രഷറിൽ അടിച്ചാൽ പോലും, ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ 80 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ചൂടുവെള്ളം ഹൈ പ്രഷറിൽ അടിച്ചാൽ പോലും ഈ ഒരു ഫോണിന് യാതൊരു പ്രശ്നവും വരില്ല. അപ്പോൾ ഡ്യൂറബിൾ ആണ് ഈ ഒരു ഫോൺ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. Wi-Fi വെർഷൻ 6 ആണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഒരു ഫോണിനകത്ത് ഇതുവരെ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഒരു 3 കുറവുകളുണ്ട്. അതായത് ഒന്ന്, ഈ പറഞ്ഞ പോലെ NFC സപ്പോർട്ട് ഇല്ല. അതുപോലെ 2 എന്ന് പറയുന്നത് വൈഡ് ആംഗിളിന് 4K സപ്പോർട്ട് കൊടുത്തിട്ടില്ല. 3 എന്ന് പറയുന്നത് നിരവധി ബ്ലോട്ട് വേസുകളുണ്ട്. ഈ 3 കുറ്റങ്ങൾ ഒഴിവാക്കിയാൽ Realme 14 Pro Plus കൊള്ളാം. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ അണ്ടർ 30,000 റുപ്പീസ് ആവാനാണ് സാധ്യത. കാരണം റിയൽമിയുടെ ഇതിന്റെ മുൻ ജനറേഷൻ ആയിട്ടുള്ള 13 Pro Plusന്റെ വില എന്ന് പറയുന്നത് 28,999 ആണ് നിലവിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഫോൺ പ്രതീക്ഷിക്കുന്ന ഒരു വില എന്ന് പറയുന്നത് 29,999 ആയിരിക്കും ബേസ് വേരിയന്റിന്. ചിലപ്പോൾ 30-ൽ പുറത്തും പോകാം, അറിയില്ല. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ ഇപ്പോൾ തന്നെ അറിയാൻ സാധിക്കും.